ജീവിക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധിയുള്ള നാമം ഇന്ന് ഈ പകലിൽ മഹത്വപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷമുള്ളവരായി പ്രാർത്ഥനയോടുകൂടെ ആരാധനയുടെ അടുത്ത ചില നിമിഷങ്ങൾ കൂടി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് വിനയപ്പെടുത്താം. കഴിഞ്ഞുപോയ നിമിഷങ്ങളിൽ, ആരാധനയുടെ നിമിഷങ്ങളിൽ ധാരാളമായ ദൈവകൃപ അനുഭവിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ നമുക്ക് സാധിച്ചു. അല്പസമയം തുടർന്നുള്ള നിമിഷങ്ങളിൽ വചനത്തിന്റെ മുൻപിൽ നമുക്ക് വിനയപ്പെടാം. ദൈവശബ്ദം കേൾക്കുവാനായി കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കൊന്ന് ഇരുന്നു കൊടുക്കാം. കർത്താവെ, എന്നോട് സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണമേ, അത് കേൾക്കുവാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമ്മെ വിനയപ്പെടുത്താം. കഴിഞ്ഞ നിമിഷം വരെ നമ്മെ നടത്തിയ കർത്താവിന് നമുക്കൊന്ന് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയം ഇന്ന് ഈ പകലിൽ ചിന്തിപ്പാനായി വേർതിരിച്ചിരിക്കുന്നതായ കുറിവാക്യം നാം ഇന്ന് പാഠഭാഗമായി വായിച്ച സങ്കീർത്തന വേദഭാഗം 85-ാം സങ്കീർത്തനം, അതിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ. 85-ാം സങ്കീർത്തനം, അതിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആ ഭാഗം വായിക്കാം. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഈ വാക്യം ഒരു അനുരഞ്ജനത്തിന്റെ വാക്യമാണ്. ഈ വാക്കുകൾ അനുരഞ്ജനത്തിന്റെ വാക്കുകളാണ്. നാം ഒരു നൊയൻപ് കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു നൊയൻപ് കാലഘട്ടം. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുവാനും അതൊക്കെ ഓർത്തുകൊണ്ട് നാം ഇതുവരെയും ചെയ്തു വന്ന ജീവിത ശൈലികളിൽ ചില മാറ്റങ്ങൾ വരുത്തി ഒരു നൊയൻപ് ആചരിക്കുവാൻ, ഒരു നൊയൻപ് കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നാം. കത്തോലിക്ക സഭകൾ 50 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്നതായ നോൻപ് ആചരിക്കുന്നു. മറ്റ് നവീകരണ സഭകൾ 40 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന നോൻപും ആചരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആരംഭിക്കുന്നതായ നോൻപ് 50 ദിനങ്ങൾ കഴിയുമ്പോൾ ഈസ്റ്റർ ആഘോഷത്തിലൂടെ കർത്താവിന്റെ ഉയർപ്പിൻ സന്തോഷം അനുഭവിച്ചുകൊണ്ട് അതിനെ അവസാനിപ്പിക്കുന്ന ഒരു കാലയളവാണ് ഈ നൊയൻപ് കാലഘട്ടം. നാം വായിച്ച ഈ സങ്കീർത്തന വേദഭാഗം ഇത് ഒരു അനുരഞ്ജനത്തിന്റെ വാക്യമാണ് എന്ന് പറഞ്ഞാൽ, അതിന് മുന്നോട്ടുള്ളതായ ഭാഗങ്ങൾ 85-ാം സങ്കീർത്തനം ആരംഭം മുതൽ നാം വായിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്നും അകന്നുപോയ ഒരു ജനത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയും. ദൈവസന്നിധിയിൽ നിന്നും അകന്നുപോയതായ ജനം, ദൈവം അവരിൽ പകർന്നതായ നീതി നഷ്ടപ്പെട്ടു പോയ ഒരു ജനം. ദൈവജനത്തിലെ വിശ്വസ്തത നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു, നീതി നഷ്ടപ്പെട്ടു. ഇത്തരത്തിൽ കഴിയുന്നതായ ഒരു സമൂഹത്തെ വീണ്ടും കർത്താവിലേക്ക് സ്വീകരിക്കുന്ന ഒരനുഭവം നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് നാം കുറിവാക്യമായി വായിച്ച ഭാഗത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഈ വേദഭാഗത്ത് ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്ന വിശ്വസ്തതയെക്കുറിച്ച് പഠിക്കുകയാണ്. ഭൂമിയിൽ നിന്നും ഒരു ചെടി മുളച്ച് വളരുന്നത് പോലെ ഒരു നാൾ മനുഷ്യനുണ്ടായിരുന്ന വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇപ്പോൾ ആ വിശ്വസ്തത മുളച്ച് ഉയരങ്ങളിലേക്ക് വളരുവാനായി തുടങ്ങി. ഈ കാഴ്ച കാണുമ്പോൾ
ഉയരത്തിൽ നിന്നും നീതി, സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഈ വളർച്ചയെ നോക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നും വിശ്വസ്തത മുളച്ചു, ഉയരത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും താഴേക്ക് നീതി നോക്കുകയാണ്. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ആ വിടവിനെ അകറ്റുന്ന ഒരു അനുരഞ്ജനത്തിന്റെ അനുഭവം അല്ലെ? സ്വർഗത്തിനെയും ഭൂമിയെയും തമ്മിൽ അകറ്റുന്ന ഒരു വിടവിനെ നികത്തുന്ന ഒരു അനുരഞ്ജനത്തിന്റെ ഭാവം ഈ വാക്യത്തിനകത്ത് നിലനിൽക്കുകയാണ്. ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി നൽകിയിരിക്കുന്ന ചിന്താവിഷയം നോൻപ് അനുരഞ്ജനത്തിന്റെ സമയം എന്നുള്ളതാണ്. നോൻപ് അനുരഞ്ജനത്തിന്റെ സമയം. ഇതൊരു അനുരഞ്ജനത്തിന്റെ കാലഘട്ടമാണ്. പിന്മാറിപ്പോയവരായിരിക്കാം, അകന്നുപോയവരായിരിക്കാം, പിന്നെയും നമ്മെ ചേർത്തുകൊള്ളുവാൻ, അനുരഞ്ജനപ്പെടുവാൻ കാത്തു നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. അവനുമായുള്ള ഒരു അനുരഞ്ജനപ്പെടൽ നമുക്ക് ആവശ്യമാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗങ്ങളിൽ നിന്ന് 3 കൊച്ചു ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ നോയമ്പ് കാലഘട്ടം അനുരഞ്ജനത്തിന്റെ ദിനങ്ങളായി തീരുവാൻ, ദൈവവുമായി ഒന്നും നിരപ്പ് പ്രാപിക്കുന്ന ദിനങ്ങളായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിന് ഇന്ന് കേൾക്കുന്ന ചിന്തകൾ നമുക്ക് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. 1 ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 45 അതിന്റെ 14-15 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ പഠിപ്പിക്കും. നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായ വേദഭാഗമാണ്. അവൻ തന്റെ അനുജൻ ബെന്യാമിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ബെന്യാമിൻ അവനെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. 15-ാമത്തെ വാക്യം, അവൻ സഹോദരന്മാരെ ഒക്കെയും ചുംബിച്ചു, കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അതിന്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലപിച്ചു. ഒന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, അനുരഞ്ജനത്തിനായി നന്മയുള്ള വികാരങ്ങളെ അടക്കി വയ്ക്കരുത്. അനുരഞ്ജനത്തിനായി നന്മയുള്ള വികാരങ്ങളെ അടക്കി വയ്ക്കരുത്. പിന്നെ എന്തു ചെയ്യണം? ആ വികാരങ്ങളെ അഴിച്ചുവിടണം, റിലീസ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ വികാരങ്ങളുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഒരു വികാര ജീവിയാണ് അല്ലേ? വികാരങ്ങളില്ലേ? മനുഷ്യന് വികാരമുണ്ടോ? ഉണ്ട്. അപ്പോൾ നന്മയുള്ള വികാരങ്ങളും മനുഷ്യനിലുണ്ട്, അരുതാത്ത അല്ലേ, അനീതിയിലേക്ക് നയിക്കുന്ന വികാരങ്ങളും മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. അനുരഞ്ജനത്തിന് ആവശ്യമായത് നന്മയുള്ള വികാരങ്ങളാണ്. ഇവിടെ യോസേഫ് തന്റെ സഹോദരങ്ങളെ കാണുമ്പോൾ അവന്റെ ഉള്ളിലെ നന്മയുള്ള വികാരങ്ങൾ പുറത്തു വരുവാൻ തുടങ്ങി. നന്മയുള്ള വികാരങ്ങൾ പുറത്തു വരുവാൻ തുടങ്ങി. നമുക്കൊക്കെ വികാരങ്ങളുണ്ട് അല്ലേ? സന്തോഷം വരുമ്പോൾ എന്ത് വികാരമാണ് മനുഷ്യനുണ്ടാവുക? സന്തോഷം വന്നിട്ട് വേണ്ടേ അല്ലേ? സന്തോഷം വരുമ്പോൾ എന്ത് വികാരം മനുഷ്യനുണ്ടാകും? ചിരിക്കൂലേ? പൊട്ടിച്ചിരിക്കും. ഇനി കൈകൊട്ടും അല്ലേ? ഇനി വേണമെങ്കിൽ നൃത്തം ചെയ്യും. സന്തോഷം വരുമ്പോൾ ഇതുപോലുള്ള വികാരങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ദുഃഖം വരുമ്പോൾ കരയും. ദുഃഖം വരുമ്പോൾ കരയും, കണ്ണുകൾ നിറയും, മാറി നിൽക്കും. ഇതുപോലുള്ളതായ വികാരങ്ങൾ മനുഷ്യനിൽ ഉടലെടുക്കാറുണ്ട്. ഇനി അടുത്ത ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഒരു സഹോദരനെ കാണുമ്പോൾ, ഒരു കൂടപ്പിറപ്പിനെ കാണുമ്പോൾ എന്തെങ്കിലും വികാരം ഉണ്ടാകാറുണ്ടോ? എന്തായിരിക്കും ആ വികാരം? ഒന്ന് കണ്ടു ചിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ കൊഞ്ഞണം കുത്തി കാണിക്കുന്ന ഈ വാക്ക് ചിലപ്പോൾ നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? പലപ്പോഴും സഹോദരങ്ങളെ കാണുമ്പോൾ, സ്നേഹിതന്മാരെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്ന തരത്തിലുള്ള വികാരങ്ങൾ മനുഷ്യൻ പ്രകടിപ്പിക്കാറുണ്ട്.
അല്ലേ? ഉറ്റ സുഹൃത്താണ്, കൂടെ നിൽക്കുന്നവരാണ്. മുൻപേ പോകുന്നവന്റെ പിന്നാലെ ചെന്ന് പല ആംഗ്യഭാഷകളും കാണിച്ച് വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന മനുഷ്യൻ നമ്മുടെ ചുറ്റുപാടുണ്ട്. നമ്മുടെയൊക്കെ ഇരിപ്പ് കണ്ടാ നമ്മളിതൊന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇങ്ങനെയുള്ള വികാരങ്ങൾ നമ്മളൊന്നും പ്രകടിപ്പിച്ചിട്ടുമില്ല, അല്ലേ? പ്രിയമുള്ളവരെ, ദൈവം നമ്മിൽ നന്നിരിക്കുന്ന നന്മയുള്ള വികാരങ്ങൾ അനുരഞ്ജനപ്പെടുവാൻ അത് പുറത്തേക്കൊഴുകണം. അതിനെ പിടിച്ചടക്കി വയ്ക്കരുത്. ഇവിടെ വർഷങ്ങളായി മാറിക്കഴിയുന്നതായ സഹോദരങ്ങൾ, എങ്ങനെയാണ് സ്വന്തം കുടുംബത്തിൽ നിന്നും യോസേഫ് അകന്നുപോയത്? തന്റെ സഹോദരങ്ങൾ തന്നെ അവനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു, അവനെ കച്ചവടക്കാർക്ക് വിൽക്കുകയാണ്. വർഷങ്ങളായി അവർ പരസ്പരം കണ്ടാൽ ഒരുപക്ഷെ അടുത്തറിയുവാൻ പോലും കഴിയാത്ത തരത്തിൽ അവർ വളർന്നു, അവർ മാറിപ്പോയി, അകന്നു നിൽക്കുകയാണ്. സ്വന്തം സഹോദരങ്ങളാണ് തന്റെ മുൻപിൽ വന്നു നിൽക്കുന്നത് എന്ന് യോസേഫ് തിരിച്ചറിയുമ്പോൾ അവന്റെ നന്മയുള്ള വികാരങ്ങൾ ജീവൻ വയ്ക്കുവാൻ തുടങ്ങി. അപ്പോൾ തന്നെ അവൻ ആഗ്രഹമുണ്ടായിരുന്നു, എന്റെ സഹോദരങ്ങളെ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം, എന്റെ സഹോദരങ്ങളെ എനിക്കൊന്ന് ചുംബിക്കണം. ഈ വികാരങ്ങൾ അല്പസമയത്തേക്ക് അവൻ അടക്കി പിടിച്ചു. അധിക സമയമൊന്നും അടക്കി പിടിച്ചു നിൽക്കുവാൻ അവന് കഴിഞ്ഞില്ല. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ സ്വന്തം സഹോദരങ്ങളുടെ മുൻപിൽ, തന്റെ മുൻപിൽ നിന്നതായ മറ്റു കൂട്ടു സഹോദരങ്ങളെ പുറത്താക്കിയതിനു ശേഷം അവൻ പൊട്ടിക്കരയുകയാണ്. നന്മയുള്ള വികാരങ്ങൾ സ്വന്തം സഹോദരങ്ങളുടെ മുൻപിൽ ഒഴുകുവാനായി തുടങ്ങി. എന്തിനു വേണ്ടി? അനുരഞ്ജനപ്പെടുവാൻ വേണ്ടിയാ. പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യ ജീവിതത്തെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ വികാരങ്ങൾ നഷ്ടപ്പെട്ട അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. കരയുവാൻ കഴിയുന്നില്ല, ചിരിക്കുവാൻ കഴിയുന്നില്ല, ഒന്ന് ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നില്ല, സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചുംബിക്കുവാൻ കഴിയുന്നില്ല. വികാരങ്ങൾ നഷ്ടപ്പെട്ട് മയക്കുമരുന്നിന് അടിമകളായി ജീവിക്കുന്നവർ, അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം കാരണം സുബോധം നഷ്ടപ്പെട്ടവരായി, നന്മയുള്ള വികാരങ്ങൾ നഷ്ടപ്പെട്ടവരായി ജീവിക്കുന്ന അനേകർ, ഒരു വലിയ തലമുറ തന്നെ നമ്മുടെ മുൻപിലുണ്ട്. അവരുടെ മുൻപിൽ സഭ ഉണരണം. അവരുടെ മുൻപിൽ മാതാപിതാക്കളെ നമുക്കുണർന്ന് അവർക്ക് വേണ്ടി കരയുവാൻ, വികാരങ്ങൾ നഷ്ടപ്പെട്ട തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയണം. ഇന്ന് ആത്മീകമായ വികാരങ്ങൾ മനുഷ്യന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പഴയ കാലഘട്ടങ്ങളിൽ ദേവാലയത്തിൽ ഇത്രയും സൗകര്യങ്ങളൊന്നുമില്ല. ചാണകം മെഴുകിയ തറയായിരിക്കും ദേവാലയം, പ്രാർത്ഥനാലയം. ആലയത്തിൽ വന്നിരുന്ന് പാവിരിച്ച് അപ്പനും അമ്മയും പഴയ മാതാപിതാക്കളൊക്കെ വന്നിരുന്ന പ്രാർത്ഥനയ്ക്ക് മുഴങ്കാൽ മടക്കുമ്പോൾ ആത്മീകമായ അവരുടെ വികാരങ്ങൾ പുറത്തു വരും. പ്രാർത്ഥനാ സമയം അവർ കരയും. പ്രാർത്ഥനാ സമയം അവർ കൈകൾ ഉയരങ്ങളിലേക്ക് മലർത്തും. പ്രാർത്ഥനാ സമയം അവർ മുട്ടിന്മേൽ നിൽക്കും, അവർ നിലവിളിക്കും. മുൻപിൽ ആരുണ്ട് എന്ന് നോക്കുന്നില്ല. ആത്മീകമായ വികാരങ്ങൾ പുറത്തു വരികയാണ്. ഇന്ന് വരുന്നുണ്ടോ? ഇന്ന് ഈ അനുതാപ പ്രാർത്ഥനയുടെ സമയം ഞാൻ ശ്രദ്ധിച്ചു. ഒരു വികാരവും ഇല്ല. അനുതാപ പ്രാർത്ഥനയുടെ സമയം ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത് ദൈവസന്നിധിയിൽ നിന്നും അകന്നുപോയ മനുഷ്യനാ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്ന നിമിഷം ഒരു വികാരവും ഇല്ലാത്തവരായി ഇരിക്കുന്ന അനുഭവം. അനുതാപ പ്രാർത്ഥന സമയമല്ല, മധ്യസ്ഥ പ്രാർത്ഥന ആയിക്കോട്ടെ, വചന കേൾവിയുടെ നിമിഷങ്ങളായിക്കോട്ടെ, ആരാധനയുടെ പല ഭാഗങ്ങളിലും എന്തിനോ വേണ്ടി വന്നിരുന്ന് സമയം ചെലവഴിച്ച് ആരെയൊക്കെയോ കാണിച്ച് മടങ്ങിപ്പോകുന്ന ഒരു അനുഭവമേ ഇന്ന് പലരുടെയും ജീവിതത്തിലുള്ളൂ. ആത്മീകമായ വികാരങ്ങൾ ആരാധനയിൽ പുറപ്പെടുന്നത് ചുരുക്കം ചിലർക്ക് മാത്രമാണ്.
നന്മയുള്ള വികാരങ്ങൾ ജീവൻ പ്രാപിക്കണം. എങ്കിൽ മാത്രമേ കർത്താവുമായി നമുക്ക് അനുരഞ്ജനപ്പെടുവാൻ കഴിയത്തുള്ളൂ. കർത്താവുമായി നമുക്കൊന്ന് നിരപ്പ് പ്രാപിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, ആത്മീക വികാരങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പാടുന്നതായ മനോഹരമായ ഒരു പാട്ടുണ്ട്. ആത്മീക വികാരങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പാടുന്ന മനോഹരമായ ഒരു പാട്ട് നമുക്കൊന്ന് ചേർന്ന് പാടാമോ? തള്ളയെപ്പോൾ നമുക്കുള്ളൊരു രക്ഷകൻ, കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. തള്ളയെപ്പോൾ നമുക്കുള്ളൊരു രക്ഷകൻ, കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. ഉള്ളം ഊരുകുന്നൻ, ചങ്കു തകരുന്നൻ, കണ്ണു നിറയുന്നൻ രക്ഷകനേ. ഉള്ളം ഊരുകുന്നൻ, ചങ്കു തകരുന്നൻ, കണ്ണു നിറയുന്നൻ രക്ഷകനേ. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. ക്രൂശിലെ ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ ഉള്ളമുരുകുന്നു, ചങ്ക് തകരുന്നു, കണ്ണ് നിറയുന്നു. ഈ വികാരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ? ഈ വികാരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ? നമ്മൾ ദൈവത്തിൽ നിന്നും ഒരുപാട് അകലെയാണ്. നമ്മൾ ദൈവത്തിൽ നിന്നും ഒരുപാട് അകലെയാണ്. ആത്മീക ജീവിതത്തിൽ നിന്നും നമ്മൾ ഒരുപാട് അകലെയാണ്. മടങ്ങി വരുവാൻ നമുക്ക് കഴിയണം. നന്മയുള്ള വികാരങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ. ഇവിടെ യോസേഫ് തന്റെ സഹോദരങ്ങളെ കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞു, അവരെ ചേർത്ത് പിടിച്ചു, ചുംബിച്ചു. ഒരു അനുരഞ്ജനത്തിന്റെ അനുഭവം, ഒരനുരഞ്ജനത്തിന്റെ അനുഭവം. ഇതാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ നോയമ്പ് കാലഘട്ടത്തിൽ അതിനുവേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. നന്മയുള്ള വികാരഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നും റിലീസ് ചെയ്യണം, നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കണം. അത് ഒരു അനുരഞ്ജനമായി തീരും. 2 യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. യോഹന്നാൻ സുവിശേഷം 2 അതിന്റെ 9-ാമത്തെ വാക്യം. അവിടെ എങ്ങനെ പഠിപ്പിക്കുന്നു? അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. ഈ വാക്യത്തിലൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, അനുരഞ്ജനത്തിനായി ചില മറച്ചു പിടിക്കലുകൾ നമുക്ക് ആവശ്യമാണ്. അനുരഞ്ജനത്തിനായി ചില മറച്ചു പിടിക്കലുകൾ നമുക്ക് ആവശ്യമാണ്. ഇവിടെ കാനായിലെ കല്യാണ വീട്ടിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു പോരാതെ വരികയാണ്. വീഞ്ഞു പോരാതെ വന്നപ്പോൾ യേശുവിന്റെ അമ്മ യേശുവിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് യേശു അവിടെ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാം. എന്താ ചെയ്യുന്നത്? ശുശ്രൂഷക്കാരെ വിളിച്ചിട്ട് യേശു അവരോട് പറയുകയാ, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ. വീഞ്ഞു പോരാതെ വരുന്നുവെന്നുള്ളത് വേണമെങ്കിൽ ഈ ശുശ്രൂഷക്കാർക്ക് വിരുന്നുവാഴിയോട് പറയാമായിരുന്നു, അല്ലെ? വീഞ്ഞ് തികയാതെ വരുന്നുവെന്നുള്ളത് ഇത് വിളമ്പുന്ന ശുശ്രൂഷക്കാർക്ക് വിരുന്നുവാഴിയുടെ മുൻപിൽ അവതരിപ്പിക്കാമായിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ആ ഭവനത്തിനുണ്ടാകുന്ന നാണക്കേട് എത്ര വലുതാ, അല്ലെ? എത്ര വലുതാ! അതിനെ ഒന്ന് മാറ്റുവാൻ ആ യജമാനനും വന്നിരിക്കുന്ന വിരുന്നുവാഴിയും തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ
ആ അനുരഞ്ജനം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ശുശ്രൂഷക്കാർ ചെയ്യുന്നത് അത് മറച്ചു പിടിച്ചു. പിന്നെ അവർ എന്താ ചെയ്യുന്നത്? കർത്താവ് പറഞ്ഞു, ഈ കൽപാത്രങ്ങളിൽ വക്കോളവും വെള്ളം നിറയ്ക്കും. എന്നിട്ട് പറയുക, ഇപ്പോൾ ഇത് വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഇതുവരെയും കൊടുത്തുകൊണ്ടിരുന്നത് ഭവനത്തിനകത്തെ മൺപാത്രത്തിലെ വീഞ്ഞായിരുന്നു, അല്ലേ? ഇതുവരെയും കൊടുത്തുകൊണ്ടിരുന്നത് ഭവനത്തിനകത്ത് ഒരുക്കി വെച്ച മൺപാത്രത്തിലെ വീഞ്ഞായിരുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷക്കാർ കൊടുക്കുന്നത് പുറംതള്ളപ്പെട്ട കൽപാത്രത്തിനകത്തെ പച്ചവെള്ളമാണ്. അതും പറഞ്ഞില്ല. അതും ശുശ്രൂഷക്കാർ വിരുന്നുവാഴിയോട് പറഞ്ഞില്ല. ഇപ്പോൾ ഞങ്ങൾ വിളമ്പുന്നത് ഭവനത്തിനകത്തെ മൺപാത്രത്തിലെ ഭരണിയിലെ വീഞ്ഞല്ല, പുറന്തള്ളപ്പെട്ട കൽപാത്രത്തിലെ വെള്ളമാണ് വിളമ്പുന്നത് എന്ന് അവർ പറഞ്ഞില്ല. അവർ രുചിച്ചു നോക്കിയാറേ മണവാളനെ വിളിച്ചു ആദരിപ്പാനിടയായി. പ്രിയമുള്ളവരെ, അനുരഞ്ജനത്തിന് ചില മറച്ചു പിടിക്കലുകൾ ആവശ്യമുണ്ട്. നമ്മുടെ കൂട്ടുകാർ, സഹോദരങ്ങൾ ചെയ്തതായ ചില പിഴവുകൾ മറച്ചു പിടിച്ച് സ്നേഹിക്കുവാൻ കഴിയണം. പ്രിയപ്പെട്ടവരിലെ ചില കുറവുകൾ മറച്ചു പിടിച്ച് അവരെ സ്നേഹിപ്പാൻ കഴിയണം. അവിടെ സാധ്യമാകുന്നത് അനുരഞ്ജനമാണ്. 1 പത്രോസ് 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നു. 1 പത്രോസ് 4:8, സകലത്തിനും മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ക്രിസ്തു നമ്മളുടെ കുറവുകളെ മറച്ചു പിടിച്ചതുപോലെ, അല്ലേ? നമ്മളൊക്കെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നവരാ. നമ്മുടെ കുറവുകളെ മറച്ചു പിടിച്ചതുപോലെ സ്വന്തം സഹോദരന്റെ കുറവുകളെയും മറച്ചു പിടിക്കുവാൻ നമുക്ക് കഴിയണം. സദൃശ്യവാക്യങ്ങൾ 17 അതിന്റെ 9, സദൃശ്യവാക്യം 17 അതിന്റെ 9 അവിടെ പഠിപ്പിക്കുന്നു, സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചു വെക്കുന്നു, കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. ഒന്ന് ശാന്തമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക. നമ്മൾ പറയുവാൻ പാടില്ലാത്തത്, സ്വന്തം സഹോദരങ്ങളെ കുറിച്ച് പറയുവാൻ പാടില്ലാത്തത് എന്തെങ്കിലും അവന്റെ ജീവിതത്തിൽ ഉണ്ടായാലും ശരി, അതിനെ മറച്ചു പിടിക്കുന്നവരാണോ അതോ അത് പാട്ടാക്കുന്നവരാണോ? സ്വന്തം സഹോദരങ്ങളുടെ കുറവുകളെ പറഞ്ഞു വരുത്തുന്നവരാണോ? അങ്ങാടിപ്പാട്ടാക്കുന്നവരാണോ? അതോ അതിനെ മറച്ചു പിടിക്കുന്നവരാണോ? അവിടെ അനുരഞ്ജനമുണ്ട്. മറച്ചു പിടിക്കേണ്ടത് മറച്ചു പിടിക്കണം. കുറവുകൾ ഇന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ നാളെ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും പറയുവാൻ കഴിയത്തില്ല. സ്വന്തം സഹോദരന്റെ കുറവുകളെ മറച്ചു പിടിച്ച് അവനെ സ്നേഹിപ്പാൻ കഴിയണം. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ അനുരഞ്ജനത്തിനായി 1, നന്മയുള്ള വികാരങ്ങളെ പുറത്തേക്ക് വിടണം. അനുരഞ്ജനത്തിനായി 2, മറച്ചു പിടിക്കേണ്ടുന്ന ചിലതിനെ മറച്ചു പിടിക്കുവാൻ നമുക്ക് കഴിയും. ഇന്ന് നമ്മളൊക്കെ മറച്ചു പിടിച്ച് ജീവിക്കുന്നത്, നമുക്കറിയാം അനന്യാസിനെയും സഫീറയും കുറിച്ച്. അനന്യാസും സഫീറയും നിലം വിറ്റു, അതിൽ പകുതി എന്ത് ചെയ്തു? മറച്ചു വെച്ചു. ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മളൊക്കെ മറച്ചു പിടിക്കുന്നത് നമ്മുടെയൊക്കെ സമ്പാദ്യങ്ങളെ മറ്റുള്ളവരെ കാണിക്കാൻ, അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതല്ല സഹോദരന്റെ കുറവുകളെ മറച്ചു പിടിക്കുവാൻ നമുക്ക് കഴിയണം. അവിടെയാ അനുരഞ്ജനം ഉണ്ടാകുന്നത്, ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകുന്നത്. 3-ാമത്തെ ചിന്ത കൂടി, എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. എഫേസ്യർ 2 അതിന്റെ 14-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്തിൽ നിന്നും നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഈ ഭാഗത്തിലൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഇതാണ്: അനുരഞ്ജനത്തിനായി സങ്കല്പങ്ങളെ ഇടിച്ചു കളയണം. അനുരഞ്ജനത്തിനായി
സങ്കല്പങ്ങളെ ഇടിച്ചു കളയണം. പ്രിയമുള്ളവരെ, പലപ്പോഴും മനുഷ്യന്റെ അകൽച്ചയ്ക്ക് കാരണമാകുന്നത് സങ്കല്പങ്ങളാണ്. മനുഷ്യരെ തമ്മിൽ അകറ്റുന്നത് സങ്കല്പങ്ങളാണ്. എന്ന് പറഞ്ഞാൽ, പലരും അകന്നിരിക്കുന്ന മനുഷ്യരെ ശ്രദ്ധിക്കുമ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി, ഞാൻ ഇതല്ല അവനിൽ നിന്നും പ്രതീക്ഷിച്ചത്. അല്ലെ? പലരും പറയുന്ന മറുപടിയാ, ഞാൻ ഇതല്ല അവരിൽ നിന്നും പ്രതീക്ഷിച്ചത്. പിന്നെ എന്താ പ്രതീക്ഷിച്ചത്? എന്തോ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. എന്തോ ഒരു സങ്കല്പമുണ്ടായിരുന്നു. പല അകൽച്ചകൾക്കും കാരണം നമ്മുടെ സങ്കല്പങ്ങളാണ്. അനുരഞ്ജനത്തിനായി സങ്കല്പങ്ങളെ ഇടിച്ചു കളയുവാൻ കഴിയണം. സങ്കല്പങ്ങളെ ഇല്ലാതെയാക്കുവാൻ കഴിയണം. ഒരു യുവാവ്, ഒരു യുവതി വിവാഹപ്രായമെത്തി. അപ്പോൾ വിവാഹപ്രായമെത്തുമ്പോൾ സ്വന്തം തുണയെക്കുറിച്ച്, അല്ലെ, വിവാഹം കഴിക്കുവാൻ പോകുന്ന തുണയെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാകാറുണ്ട്. അല്ലെ? സങ്കല്പങ്ങളില്ലേ? യൗവനക്കാരെ ഉണ്ടോ? അപർണ, സങ്കല്പങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. എന്റെ ഭാര്യ എങ്ങനെയുള്ളവളായിരിക്കണം, എന്റെ ഭർത്താവ് എങ്ങനെയുള്ളവനായിരിക്കണം എന്ന ഒരുപാട് സങ്കല്പങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടാകും. ഇനി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ചില ദിവസങ്ങൾ കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഇതെന്റെ സങ്കല്പത്തിനൊത്ത ഭാര്യ അല്ല, ഇതെന്റെ സങ്കല്പത്തിനൊത്ത ഭർത്താവ്. അപ്പൊ ഇതിന്റെ ഇടയിൽ അകൽച്ച വരികയാ. അവർ തമ്മിലുള്ള അനുരഞ്ജനം നഷ്ടമാകുകയാ. അത് നഷ്ടമായി പോകാതിരിക്കുവാൻ എന്തു ചെയ്യണം? സങ്കല്പങ്ങൾ വേണം. പക്ഷേ ഒന്നായി ചേർക്കപ്പെടുമ്പോൾ സങ്കല്പങ്ങളെ ഒന്നായി ചേർക്കപ്പെടുമ്പോൾ സങ്കല്പങ്ങളെ ഇല്ലാതാക്കണം. ഇനി ദൈവം എന്താണോ എനിക്ക് തന്നത് അത് തന്നെ. അല്ലേ? പലപ്പോഴും മനുഷ്യന്റെ അകൽച്ചകൾക്ക് കാരണം സങ്കല്പങ്ങളാണ്. ആത്മീക ജീവിതത്തിനും അതുണ്ട്. ആരാധനയ്ക്ക് വരുമ്പോൾ, കൂട്ടായ്മകൾക്ക് വരുമ്പോൾ, സഭയിൽ വരുമ്പോൾ പലരും പറയാറുണ്ട്, ഈ സഭയിൽ നിന്നും ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത്. എന്തിനാ വെറുതെ സങ്കല്പങ്ങൾ? പരസ്പരം പിണങ്ങുവാൻ വേണ്ടി മാത്രമല്ലേ? പരസ്പരം അകന്നു മാറുവാൻ വേണ്ടി മാത്രമല്ലേ? ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നവരെങ്കിൽ, പ്രിയമുള്ളവരെ, അവിടെ നമ്മുടെ സങ്കല്പങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. ദൈവം നമുക്കെന്തോ കരുതി വെച്ചിട്ടുണ്ട്, അതനുഭവിക്കുവാൻ നമുക്ക് കഴിയും. കർത്താവ് ക്രൂശിൽ ചെയ്തത് ഈ വേർപാട് എന്നതായ നടുച്ചുമർ ഇടിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് ഈ സങ്കല്പങ്ങൾ എന്നതായ നടിച്ചുമറിനെ ഒന്ന് ഇടിച്ചു കളയാമോ? ഒന്നനുരഞ്ജനപ്പെടുവാൻ വേണ്ടി ഒന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാമോ? എലീശ പ്രവാചകനെ കുറിച്ച് 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ, നയമാൻ എന്ന കുഷ്ഠരോഗി അവന്റെ ഭവനത്തിലെ ദാസ്യ പെൺകുട്ടി നിമിത്തം എലീശ പ്രവാചകനെ കുറിച്ച് അറിഞ്ഞു. നയമാൻ കുഷ്ഠരോഗിയാണ്. എലീശ പ്രവാചകന്റെ മുൻപിൽ പോയാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് നയമാൻ തിരിച്ചറിഞ്ഞു. എന്താ ചെയ്തത്? സമ്മാനങ്ങളുമായി രാജാവിന്റെ അനുവാദ പത്രവും വാങ്ങി പുറപ്പെട്ടു. എലീശ ആദ്യം പോകുന്നത് അവിടുത്തെ രാജാവിന്റെ മുൻപില്. രാജാവിന്റെ മുൻപിൽ വിഷമിച്ച് നിൽക്കുമ്പോൾ എലീശ ആളയച്ച് നയമാനെ തന്റെ വീട്ടിലേക്ക് വരുത്തുകയാ. വീട്ടിനോടടുക്കുമ്പോൾ എലീശ പ്രവാചകന്റെ ദാസന്മാർ പോയി നയമാനോട് പറയുകയാ, നീ ഇപ്പോൾ പോയി യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങുക, കുളിക്കുക. അപ്പോൾ നയമാൻ പറയുന്നതായ മറുപടി, നയമാന്റെ ഉള്ളിലെ ചിന്ത, 2 രാജാക്കന്മാർ 5 അതിന്റെ 11-ാമത്തെ വാക്യം അവിടെ പറയുന്നു, അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു.
പുറപ്പെട്ട് അവൻ തന്നെ പുറത്തു വന്ന് അടുത്തുനിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമെന്ന് ആക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞു. അവന്റെ ധാരണ, അവന്റെ സങ്കല്പം ഇതായിരുന്നു: ഞാൻ പ്രവാചകന്റെ മുൻപിൽ പോകുമ്പോൾ അവൻ എന്റെ അടുക്കലേക്ക് ഓടി വന്ന് ദൈവത്തിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിച്ച് രോഗം എവിടെയാണോ അവിടെ കൈവച്ച് എന്നെ സൗഖ്യമാക്കും. ഇതായിരുന്നു അവന്റെ സങ്കല്പം. സങ്കല്പമല്ല അവിടെ നടന്നത്. പിന്നെയോ എലീശ പറഞ്ഞു, നീ പോയി 7 പ്രാവശ്യം യോർദാനിൽ കുളിക്കുക. അവനത് ചെയ്തപ്പോൾ, അവനതനുസരിച്ചപ്പോൾ അങ്ങനെ രോഗം മാറി അവിടെ പിന്നത്തേതിൽ വന്ന പ്രവാചകനുമായി അനുരഞ്ജനപ്പെടുകയാണ്. ഒരുമിച്ച് സല്ലാപിക്കുകയാണ്, ഒരുമിച്ച് സന്തോഷം പങ്കുവയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, അനുരഞ്ജനത്തിനായി ഇടയിലുള്ള സങ്കല്പങ്ങളെ പിടിച്ചു കളയുവാൻ കഴിയും. 3 കൊച്ചു ചിന്തകളാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചത്. ഇത് നോയമ്പ് കാലഘട്ടം ഒരു അനുരഞ്ജനത്തിന്റെ സമയമാണ്. ആകയാൽ നന്മയുള്ള വികാരങ്ങളെ പുറപ്പെടുവിക്കുവാൻ കഴിയണം. നന്മയുള്ള വികാരങ്ങൾ അടക്കി പിടിക്കുവാനുള്ളതല്ല, അത് പുറത്തേക്ക് വിടുവാൻ നമുക്ക് കഴിയണം. അനുരഞ്ജനത്തിനായി ചില മറച്ചു പിടിക്കലുകൾ നമുക്ക് ആവശ്യമാണ്. അനുരഞ്ജനത്തിനായി സങ്കല്പങ്ങളെ ഇടിച്ചു കളയുവാൻ കഴിയണം. കേൾക്കപ്പെട്ട വചനങ്ങളിലൂടെ ദൈവം തന്റെ പരിശുദ്ധ ആത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.